നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്ക് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ആണ്. എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്നാണ് ആദ്യമേ പഠിക്കേണ്ടത്. An instruction is an order given to a computer processor by a computer program. അതായത് നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ആണ്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസേഴ്സ് കൊടുക്കുന്ന കമാൻഡ് നമ്മൾ ഏത് ഫോമിലാണ് കൊടുക്കുന്നത്? ഇൻസ്ട്രക്ഷൻ ഫോമിലാണ് കൊടുക്കുന്നത്. അതായത് കമ്പ്യൂട്ടറിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി യൂസർ കൊടുക്കുന്ന കമാൻഡ്സ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫോമിലാണ് കൊടുക്കുന്നത്. ആരാണ് കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന്റെ പ്രൊസസർ അല്ലെങ്കിൽ CPU ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആയിട്ടുള്ള CPU ആണ് കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ CPUവിനെ കൊണ്ട് അല്ലെങ്കിൽ പ്രൊസസറിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി യൂസർ കൊടുക്കുന്ന കുറേയധികം കമാൻഡ്സിന് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ എന്ന്. ഇനി ഇൻസ്ട്രക്ഷൻസിനകത്ത് പല പാർട്സുകളുണ്ട്, അതുപോലെ തന്നെ അതിന് പല ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. The bits of the instruction are divided into groups called fields. അതായത് നമ്മുടെ CPUവിന്റെ capability എത്ര ബിറ്റ്സ് ആണോ അതിനനുസരിച്ചാണ് ഇൻസ്ട്രക്ഷന്റെയും ബിറ്റിനെ പറ്റി പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 16 ബിറ്റുള്ള CPU ആണെങ്കിൽ അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതും 16 ബിറ്റുകളായിരിക്കും. ഇനി 32 ബിറ്റ് ആണെങ്കിൽ അവിടുത്തെ ഇൻസ്ട്രക്ഷന്റെ ബിറ്റ് എന്ന് പറയുന്നതും 32 ബിറ്റ് ആയിരിക്കും. അങ്ങനെ CPUവിനകത്ത് അല്ലെങ്കിൽ പ്രൊസസറിന് അറ്റ് എ ടൈമിൽ എത്ര ബിറ്റുകളെയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത്രയും എണ്ണം ബിറ്റുകൾ തന്നെയായിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനകത്തും വരുന്നത്. ഇനി ആ ബിറ്റുകളുടെ എണ്ണം അനുസരിച്ച് നമ്മുടെ ഇൻസ്ട്രക്ഷനെ പല ഫീൽഡുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടും 3 ഫീൽഡുകളാണുള്ളത്. ഈ ഫിഗർ നോക്കുക. ഓപ്പ് കോഡ്, മോഡ്, അഡ്രസ് എന്ന് പറയുന്ന 3 മോഡുകളായിട്ടാണ് അല്ലെങ്കിൽ 3 ഫീൽഡുകളായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്താണ് ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ ഓപ്പ് കോഡ്. ആൻ ഓപ്പറേഷൻ കോഡ് ഫീൽഡ് ദാറ്റ് സ്പെസിഫൈസ് ദ ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. അതായത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ ഓപ്പ് കോഡിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, മൂവ് ചെയ്യാനാണോ, ലോഡ് ചെയ്യാനാണോ, സ്റ്റോർ ചെയ്യാനാണോ, അങ്ങനത്തെ എന്ത് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ ഓപ്പറേഷൻ കോഡിലൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഫീൽഡ്. ആൻ അഡ്രസ് ഫീൽഡ് ദാറ്റ് ഡിസിഗ്നേറ്റ് എ മെമ്മറി അഡ്രസ് ഓർ എ പ്രൊസസർ രജിസ്റ്റർ. അതായത് അഡ്രസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ഡേറ്റയും കൂടെ കാണുമല്ലോ. ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷന്റെ റിസൾട്ട് കിട്ടുന്നത് ഒരു ഡേറ്റ ആയിരിക്കും. അപ്പൊ ആ ഡേറ്റനെ ഒന്നെങ്കിൽ മെമ്മറിയിൽ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് കൊടുക്കാനോ നമുക്കൊരു അഡ്രസ്സ് വേണം. അങ്ങനെയുള്ള മെമ്മറി അഡ്രസ്സുകളോ അല്ലെങ്കിൽ നമ്മുടെ CPUമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രജിസ്റ്റേഴ്സിന്റെ അഡ്രസ്സോ ആയിരിക്കും ഈ അഡ്രസ് ഫീൽഡിനകത്ത് വരുന്നത്. ഇനി മൂന്നാമത്തെ ഫീൽഡാണ് മോഡ് എന്ന് പറയുന്നത്. എ മോഡ് ഫീൽഡ് ദാറ്റ് സ്പെസിഫൈസ് ദ വേ ഓഫ് ദ ഓപ്പറാൻഡ് ഓർ ദ എഫക്റ്റീവ് അഡ്രസ് ഈസ് ഡിറ്റർമൈൻഡ്. അതായത് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറാൻഡിനെ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനകത്ത് കൊടുക്കുന്ന ഓപ്പറേഷൻസിനകത്ത് വരുന്ന ഓപ്പറാൻഡിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്, ഏത് മോഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ മോഡിക്കൂടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷനകത്ത് വരുന്ന വേരിയബിൾസിന് പറയുന്ന പേരാണ് ഓപ്പറാൻഡ്സ്. ഇപ്പൊ A+B എന്നാണ് കൊടുക്കുന്നതെങ്കിൽ Aയും Bയും ആണ് അവിടുത്തെ ഓപ്പറാൻഡ്സും, പ്ലസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഓപ്പറേഷനും. ഇപ്പൊ ഈ Aനെയും Bനെയും നമ്മൾ ഏത് മോഡിൽ നിന്നും, മോഡ് പല ടൈപ്പ് ഉണ്ട്, നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നുണ്ട് അഡ്രസ്സിംഗ് മോഡ്സ്. അങ്ങനെയുള്ള ടൈപ്പിൽ നിന്നും ഏത് വഴിയിലൂടെയാണ് നമുക്ക് ഓപ്പറാൻഡിനെ സ്പെസിഫൈ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനാണ് നമ്മൾ മോഡ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത്രയാണ് ഒരു ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്ന 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീൽഡുകൾ. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ദ ഓപ്പറേഷൻ കോഡ് ഫീൽഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് ദാറ്റ് ഡിഫൈൻ വേരിയസ് പ്രൊസസർ ഓപ്പറേഷൻസ് സച്ച് ആസ് ആഡ്, സബ്ട്രാക്ട്, കോംപ്ലിമെന്റ് ആൻഡ് ഷിഫ്റ്റ്. അപ്പൊ ഏതൊക്കെയാണ് ഓപ്പറേഷൻസ് വരുന്നതെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആഡ്, സബ്ട്രാക്ട്, കോംപ്ലിമെന്റ്, ഷിഫ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. The bits that define the mode field of an instruction code specify a variety of alternatives for choosing the operands from the given address. അതായത് മെമ്മറിക്കകത്ത് നിന്ന്, മെമ്മറി ലൊക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഓപ്പറാൻഡിനെ സ്പെസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ്സ് ആണ് നമ്മൾ മോഡിക്കൂടെ സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്? ഇൻസ്ട്രക്ഷൻസിനകത്തെ മൂന്നാമത്തെ ഫീൽഡ് ആയിട്ടുള്ള അഡ്രസ് എന്ന് പറയുന്ന ഫീൽഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്ന അഡ്രസ്സുകളെ 0 അഡ്രസ്, 1 അഡ്രസ്, 2 അഡ്രസ്, 3 അഡ്രസ് അങ്ങനെ
4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ഓരോന്നും എന്താന്നുള്ള കാര്യമാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. Operations specified by computer instructions are executed on some data stored in memory or processor register. Operands residing in memory are specified by their memory address. Operands residing in processor registers are specified with a register address. A register address is a binary number of k bits that define one of registers in the CPU. Thus, a CPU with അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനകത്തെ ഓപ്പറേഷൻസിനകത്ത് ഓപ്പറാൻഡ്സ് 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഓപ്പറാൻഡ്സ് അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലാണ് എടുക്കുന്നത്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓപ്പറാൻഡിനെയോ അല്ലെങ്കിൽ പ്രൊസസർ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പറാൻഡിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പറാൻഡ് ആണെങ്കിൽ ആ ഓപ്പറാൻഡിന്റെ അഡ്രസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് മെമ്മറി അഡ്രസ് ആയിരിക്കും. ഇനി അതല്ല നമ്മൾ പ്രൊസസർ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പറാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് രജിസ്റ്ററിനകത്താണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രജിസ്റ്ററിന്റെ അഡ്രസ് ആയിരിക്കും ഓപ്പറാൻഡിന് ഈക്വൽ ആയിട്ടുള്ള അഡ്രസ് എന്ന് പറഞ്ഞാൽ. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിപിയുടെ പ്രൊസസർ രജിസ്റ്ററിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ സിപിയുന് എത്ര ബിറ്റ് ആണോ അത്രയുമാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പ്രൊസസർ രജിസ്റ്ററിന്റെയും കാര്യം. സിപിയുന് എത്ര ബിറ്റുകൾ ഉണ്ടോ അത്രയും എണ്ണമായിരിക്കും പ്രൊസസർ രജിസ്റ്റർ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സിപിയുന് 16 ബിറ്റുള്ള പ്രൊസസർ ആണ് ഉള്ളതെങ്കിൽ, സിപിയു എന്ന് പറയുന്നത് 16 ബിറ്റ് ഉള്ളതാണെങ്കിൽ അവിടെ നമുക്ക് R0 തൊട്ട് R15 വരെയുള്ള 16 രജിസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഓപ്പറാൻഡ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു എക്സാമ്പിൾ മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് the number of address fields in the instruction format of a computer depends on the internal organization of its registers. ഞാൻ മുമ്പേ പറഞ്ഞു ഇൻസ്ട്രക്ഷൻസിനകത്തെ അഡ്രസ് ഫീൽഡ് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 0 അഡ്രസ്, 1 അഡ്രസ്, 2 അഡ്രസ്, 3 അഡ്രസ് എന്നുള്ള കാര്യം. അപ്പൊ ഇതിൽ ഏത് അഡ്രസ്സിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് പിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനെയാണ്? നമ്മുടെ സിപിയുവിന്റെ പ്രൊസസർ രജിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ അഡ്രസ്സിംഗ് മോഡ് അല്ലെ അഡ്രസ്സിംഗ് മോഡ് എന്നല്ല ഇൻസ്ട്രക്ഷനകത്തെ അഡ്രസ്സിംഗ് ഫീൽഡ് ഇരിക്കുന്നത്. അപ്പൊ സിപിയു രജിസ്റ്ററിന്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 കാര്യങ്ങളെയാണ്. ആ 3 കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തത് സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷൻ, രണ്ടാമത്തത് ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ, മൂന്നാമത്തത് സ്റ്റാക്ക് ഓർഗനൈസേഷൻ. നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടുള്ള 3 ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഓരോന്നിനകത്തുമാണ് വ്യത്യാസപ്പെട്ട് നമ്മുടെ അഡ്രസ്സിംഗ് വരുന്നത്. ഓരോന്നും എന്താന്നുള്ള കാര്യം നോക്കാം. ഒന്നാമത്തെ കാര്യം സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷൻ. All operations are performed with an implied accumulator register. The instruction format is this type of computer uses one address field. അതായത് അക്യുമുലേറ്ററുമായിട്ട്, അതായത് നമ്മുടെ CPU എന്ന് പറയുന്നത് സിംഗിൾ അക്യുമുലേറ്റർ ഓർഗനൈസേഷൻ ആണ് അതിന്റെ രജിസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിട്ടുള്ളതെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറഞ്ഞാൽ 1 അഡ്രസ് ഫീൽഡ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ആഡ് എക്സ് എന്ന് പറയുന്നതാണ് കമാൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്ന് വിചാരിക്കുക. ആഡ് എന്ന് പറയുന്നത് ഓപ്പറേഷനും എക്സ് എന്ന് പറയുന്നത് ഒരു അഡ്രസ്സും ആണെന്ന് വിചാരിക്കുക. എന്തിന്റെ അഡ്രസ് ആണ്? ഓപ്പറാൻഡിന്റെ അഡ്രസ്. അപ്പൊ ഇവിടെ ഒരു അഡ്രസ് മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1 അഡ്രസ് എന്ന് പറയുന്നത്. ആഡ് എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറാൻഡിന്റെ അഡ്രസ് മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1 അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള കേസ് എപ്പം മാത്രമേ വരത്തുള്ളൂ എന്നാ പറഞ്ഞത്? അക്യുമുലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ നടക്കുമ്പോൾ മാത്രമേ ഈ 1 അഡ്രസ് വരത്തുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാല് ഈ കൊടുത്തിരിക്കുന്ന കാര്യമാണ് സംഭവിക്കുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനകത്തുള്ള ഡേറ്റ എന്താണോ ആ ഡേറ്റ അക്യുമുലേറ്റർ എന്ന് പറയുന്ന പ്രൊസസർ രജിസ്റ്ററിനകത്ത് ഡേറ്റയുമായിട്ട് ആഡ് ചെയ്യപ്പെടുന്നു. കാരണം ആഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അക്യുമുലേറ്ററിനകത്ത് ഡേറ്റനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് റിസൾട്ട് ആയിട്ട് സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അഡ്രസ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യം ഇല്ല. നമ്മൾ ഏതാണോ ഓപ്പറാൻഡ് യൂസ് ചെയ്യുന്നത് ആ ഓപ്പറാൻഡിന്റെ അഡ്രസ് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് 1 അഡ്രസ് എന്ന് പറയുന്നത്. ഇനി അടുത്താന്ന് പറഞ്ഞാല് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്
3 അഡ്രസ് അല്ലെങ്കിൽ 2 അഡ്രസ് ആണ്. അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് എത്ര അഡ്രസ്സുകൾ വരും? ഒന്നെങ്കിൽ 2 എണ്ണത്തിന്റെ അഡ്രസ് വരും, അല്ലെങ്കിൽ 3 എണ്ണത്തിന്റെ അഡ്രസ് വരും. ഇപ്പൊ സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന കോഡ് നോക്കുക. ആഡ് R1 R2 R3. ഇപ്പൊ ഇവിടെ R1 R2 R3 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്? പ്രൊസസർ രജിസ്റ്റേഴ്സ് ആണ്. R1ന്റെയും R2വിന്റെയും R3ന്റെയും 3 അഡ്രസ്സുകൾ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് അല്ലെങ്കിൽ അഡീഷൻ ആണ്. ഇവിടെ സംഭവിക്കുന്ന എന്താണെന്നുള്ളത് നോക്കുക. R2വിന്റെയും R3 പറയുന്ന രജിസ്റ്ററിനകത്തുള്ള കണ്ടന്റുകളെ R1 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 3 അഡ്രസ്സുകളാണ് വേണ്ടത്. അതുകൊണ്ടാണ് 3 അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് 2 അഡ്രസ്സിന്റെ ഫോമിൽ എഴുതാം. അതായത് കൊടുത്തിരിക്കുന്ന നോക്കുക. ആഡ് R1 R2. R1ന്റെയും R2വിലെയും കണ്ടന്റുകളെ തമ്മിൽ ആഡ് ചെയ്തിട്ട് R1 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യുക. അപ്പൊ ഈ കോഡിനകത്ത് നോക്കുക. R1 R2 എന്ന് പറയുന്ന 2 രജിസ്റ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം ഈ കോഡിനകത്ത് നമുക്ക് 2 അഡ്രസ്സുകൾ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അതുകൊണ്ട് ഇതിനെ 2 അഡ്രസ് എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് 2 അഡ്രസ്സും 3 അഡ്രസ്സും. അതുപോലെ തന്നെ മൂവ് എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് 2 അഡ്രസ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ മൂവ് കൂട്ടിയുള്ള ഒരു കമാൻഡ് നോക്കുക. മൂവ് R1 R2 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ R2വിന്റെ കണ്ടന്റ് R1ലോട്ട് മൂവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ R1ന്റെ കണ്ടന്റ് R2ലോട്ട് മൂവ് ചെയ്യാനായിരിക്കും. അപ്പൊ ഈ കേസിൽ നമുക്ക് എത്ര അഡ്രസ് മതി? R1ന്റെയും R2വിന്റെയും മാത്രം അഡ്രസ് മതി. R1ഉം R2 എന്ന് പറഞ്ഞാല് പ്രൊസസർ രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അവയുടെ അഡ്രസ് മാത്രം മതി. അതുകൊണ്ട് നമുക്ക് മൂവ് എന്ന് പറഞ്ഞ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി 2 അഡ്രസ് മതി എന്ന് പറയാം. അതുകൊണ്ടാണ് പറയുന്നത് ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനകത്ത് ഒന്നെങ്കിൽ 2 അഡ്രസ്സോ അല്ലെങ്കിൽ 3 അഡ്രസ്സോ ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇനി വരുന്ന മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഓർഗനൈസേഷൻ ആണ്. സ്റ്റാക്ക് രജിസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. അവിടെയാണ് നമ്മൾ 0 അഡ്രസ് യൂസ് ചെയ്യുന്നത്. 0 അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഓപ്പറാൻഡിന്റെ ഒന്നും തന്നെ അഡ്രസ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് സ്റ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? പുഷും പോപ്പുമാണ്. പുഷ് എന്ന് പറഞ്ഞാല് സ്റ്റാക്കിലോട്ട് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും, പോപ്പ് എന്ന് പറഞ്ഞാലോ സ്റ്റാക്കിൽ നിന്നും ഡേറ്റാനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതുമാണ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു കോഡ് നോക്കുക, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ നോക്കുക. പുഷ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ് അല്ല. കാരണം ഓപ്പറാൻഡിന്റെ വാല്യൂ തന്നെയാണ്. പുഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന ഓപ്പറാൻഡിനെ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യാന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ വേറെ പ്രത്യേകിച്ച് അഡ്രസ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റാക്കിലോട്ട് ആയതുകൊണ്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെമ്മറിയുടെ തന്നെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് അവിടെ പ്രത്യേകം ഒരു അഡ്രസ് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഓപ്പറാൻഡ് ഏതാണോ അത് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് സ്റ്റാക്ക് ഓർഗനൈസേഷൻ, അതായത് സിപിയുവിന്റെ രജിസ്റ്റേഴ്സ്, സിപിയുവിന്റെ പ്രൊസസർ രജിസ്റ്റേഴ്സ് സ്റ്റാക്ക് ഓർഗനൈസേഷൻ ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ 0 അഡ്രസ് എന്ന കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെ പറ്റിയിട്ടും കൂടെ പറഞ്ഞിട്ടുണ്ട്. അഡീഷനെ റെപ്രസെന്റ് ചെയ്യാൻ ആഡ്, സബ്ട്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ സബ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ MUL, ഡിവിഷൻ ആണെങ്കിൽ div എന്ന് പറയുന്ന കോഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലോഡ് എന്നും സ്റ്റോർ എന്നും പറയുന്ന കോഡ് യൂസ് ചെയ്യുന്നതിന് അർത്ഥം, ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറിയിൽ നിന്നും ഡേറ്റാനെ അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഡേറ്റാനെ റിട്രീവ് ചെയ്യുക. സ്റ്റോർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രജിസ്റ്ററിലുള്ള ഡേറ്റാനെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ ABSCAD എന്നാണ് സാധാരണയായിട്ട് നമ്മൾ ഓപ്പറാൻഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെമ്മറി അഡ്രസ്സിനെ, നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി അഡ്രസ്സിനെ നമ്മൾ സാധാരണയായിട്ട് X എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.